ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അറിവ് വെച്ചും കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം നമ്മൾ അതേ ഗുരുവിനെ, നമ്മൾ ഗുരു എന്ന് പറഞ്ഞാൽ ഒരുപാട് ബഹുമാനം കൊടുക്കേണ്ട ആളാണ്, ആ ആ ഒരു തലത്തിൽ കാണേണ്ട ആളാണ്, അത്രയും റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളാണ്. അതിലൊന്നും സംശയമില്ല. പക്ഷേ വൈകാരികമായിട്ട് ആ ബാഹ്യരൂപത്തിലേക്ക് ക്ലിങ് ഓൺ ചെയ്ത് തൂങ്ങിപ്പിടിച്ച് കിടക്കാനുള്ള ഒരു ടെൻഡൻസി പലപ്പോഴും ആധ്യാത്മിക സാധനയിൽ ഒരു വിലങ്ങ് തടിയായിട്ട് വരുന്നതും കണ്ടിട്ടുണ്ട്. സാധനയൊന്നും ചെയ്യാതെ നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്നും കരകയറാൻ വേണ്ടി കർമ്മത്തെ ക്ഷയിപ്പിച്ച് മുക്തിയിലേക്ക് പോകാനുള്ള വഴികൾ പലതും നിരവധി പറഞ്ഞു തന്നിട്ടും അതൊന്നും കേൾക്കാതെ വാസനയുടെ പുറകിന് പോയി ജീവിതത്തിൽ പല കുഴികളിലും പോയി പെട്ടിട്ട് ഗുരുവിനെ കാണുമ്പോൾ നമസ്കരിക്കുകയും വൈകാരികമായിട്ടുള്ള പ്രകടനത്തോടു കൂടി ബോധിപ്പിക്കുന്നതല്ല യഥാർത്ഥ ഗുരുത്വം എന്ന് പറയുന്നത്. കാണുമ്പോൾ നമസ്കരിക്കുന്നതും അല്ലെങ്കിൽ അതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ, റിച്വൽസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് അങ്ങനെ ബോധിപ്പിക്കുന്നത് കൊണ്ടൊന്നും അല്ല കാര്യം. ഒരു ഗുരുവിനോടുള്ള യഥാർത്ഥ ഗുരുത്വം എന്ന് പറയുന്നത് അദ്ദേഹം പഠിപ്പിച്ച സാധനകൾ കൃത്യമായി അനുഷ്ഠിക്കുകയും തൻ്റെ ജീവിതത്തിൽ അതിന് മാറ്റം വരികയും ചെയ്ത് ആ വ്യക്തി പിന്നീട് ആചാര്യതുല്യനായി മാറുകയും തൻ്റേതായ മേഖലകളിൽ ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ കാഴ്ചപ്പാടുകൾ മാറി വേറൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗുരുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നമസ്കാരവും ഏറ്റവും വലിയ സാല്യൂട്ടേഷനും ഏറ്റവും വലിയ ദക്ഷിണയും എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ശിഷ്യന്മാരായി തന്നെ ഇരിക്കും, ഗുരുവായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയല്ല, പണ്ട് കാലങ്ങളിൽ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിച്ചാൽ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ എത്തിയാൽ കാലക്രമേണ അവർ ഗുരുവായി തീരുക ചെയ്യുന്നത്. ചിലപ്പോൾ ആധ്യാത്മിക മേഖലയിൽ തന്നെ ആയിരിക്കത്തില്ല, പല മേഖലകളിൽ പല ഗുരുക്കന്മാരായി മാറും. ഇപ്പം ദ്രോണാചാര്യരുടെ അടുത്ത് പഠിക്കാൻ വന്ന ഓരോരുത്തരും ഓരോ തലത്തിൽ കേമന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നവരുണ്ട്, ഭീമൻ്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നവരുണ്ട്. ഓരോ മേഖലയിൽ അവർ കേമന്മാരായി. അതുപോലെ തന്നെ വേദത്തിലായാലും തന്ത്രശാസ്ത്രത്തിലായാലും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലായാലും നമുക്ക് തപ്പി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പരതിയാൽ നിരവധികളായിട്ടുള്ള ഉദാഹരണങ്ങൾ ഇതിന് കിട്ടും. അതുകൊണ്ട് തന്നെ സാധനയിലൊക്കെ ഒരു താല്പര്യം വന്ന് അതിലേക്ക് വന്നാലും ഭക്തി കൊണ്ടും ഒക്കെ അതിലേക്ക് വന്നാലും പല വഴിക്ക് ചിന്നിച്ചിതറിപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിലേക്ക് വന്നൊന്ന് ക്ലെൻസായി ഒന്ന് സെറ്റായിട്ട് വീണ്ടും തോന്നിയ പോലെ പോയിട്ട് ഒന്ന് പെട്ട് കഴിയുമ്പോൾ വീണ്ടും വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പെൻഡുലം ആടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് ഗുരുവിനെ കാണുമ്പോൾ രക്ഷിക്കണം, എന്നെ ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അവനവൻ്റെ മൈൻഡ് സെറ്റ്, അവനവൻ്റെ ഡിസിപ്ലിൻ, അവനവൻ്റെ കാര്യങ്ങൾ, അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അവനവൻ്റെ ലൈഫിൻ്റെ പേർപ്പസ്, ഇതെല്ലാം നോക്കി വേണം മുന്നോട്ട് പോകാൻ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം ആ നാമരൂപത്തോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ ഗുരുവിനെ പറ്റിക്കുന്നതിൽ അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് നാമരൂപത്തോടുള്ള നമ്മുടെ ഗുരുവിൻ്റെ മുന്നിൽ അങ്ങനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വര സ്വരൂപിയായിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഗുരു സ്വരൂപമായിരിക്കുന്ന മഹാഗുരു അനുഗ്രഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ടും അനുഗ്രഹിക്കുന്നു. അപ്പോൾ എന്താ, നമുക്ക് ആ ഈശ്വരാംശം, ആ ഒരു ഭാഗ്യമുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഡിസ്ട്രാക്റ്റഡായി പോവാതെ ഗുരു പറഞ്ഞ പാതയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ നമുക്ക് അന്ധകാരത്തിൽ നിന്നും കരകയറാനുള്ള വെളിച്ചമായി പല അറിവുകളും നമ്മളിൽ ഉള്ളിൽ നിന്നും വരും, നമ്മുടെ യഥാർത്ഥ ഗുരുവിൽ നിന്നും വരും. ഞാനും ഗുരുവും ഉപാസനാമൂർത്തിയും ഒന്നാമെന്നുള്ളൊരു അനുഭവത്തിലേക്ക് എത്തുകയും ചെയ്യും. കുറേ കാലം എടുക്കുന്നൊരു പ്രോസസ്സാണ്. നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാനിതെല്ലാം വിശദമായിട്ട് പറഞ്ഞു പോകാം.